വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് സീക്രട്ട് ഉണ്ട്. അങ്ങനെ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിന്റെ യാതൊരു അസ്വാഭാവികതയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കൊടുക്കുന്ന സമയത്തൊക്കെ ഹാർഡ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നോയ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും. അടിപൊളി, എന്താ സുഖം. ജപ്പാനിലെ ഒരു പ്രത്യേക ഡീലർഷിപ്പ് വഴി മാത്രം ചില കാലയളവുകളിൽ വിറ്റഴിക്കപ്പെട്ടു. ഓസ്ട്രേലിയയിലേക്ക് വന്ന സമയത്ത് പേറ്റന്റ് ഇഷ്യൂ കാരണം സ്വന്തം പേരിൽ അറിയപ്പെടാതിരിക്കേണ്ടി വന്നു. ഇന്ത്യക്കാർക്ക് അങ്ങനെ അധികം കേൾവിയില്ലാത്ത, ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത, എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്രോസ് ഓവറുകളിലൊന്നായ ഈ വാഹനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റേതുമല്ല, ലോക പ്രശസ്തമായിട്ടുള്ള ടൊയോട്ട ക്ലൂഗർ. ഇതിന് വേറൊരു പേരുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ക്ലൂഗറിന്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടൊയോട്ട ക്ലൂഗർ. ജപ്പാനിലെ ടൊയോട്ട നെറ്റ്സ് എന്ന് പറയുന്ന ഷോറൂം വഴി ഫസ്റ്റ് ജനറേഷൻ മോഡലുകൾ ടൊയോട്ട ക്ലൂഗർ എന്ന് പറയുന്ന പേരിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ശരിയായ പേരും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേരും ടൊയോട്ട ഹൈലാൻഡർ എന്നുള്ള പേരിലാണ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഫെമിലിയർ ആയിരിക്കും. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇന്നോവയുടെ ഏട്ടൻ എന്ന് പറയാം, ഫോർച്യൂണറിന്റെ സമപ്രായക്കാരനായിട്ടുള്ള ഒരു കസിൻ ബ്രദർ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഒരുപാട് ഇന്നോവ ക്യാരക്ടേഴ്സും ഇതിനകത്ത് കാണാം, ഒരുപാട് ഫോർച്യൂണർ ക്യാരക്ടേഴ്സും ഇതിനകത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ്. ജപ്പാനിലെ നെറ്റ്സ് എന്ന് പറയുന്ന ഷോറൂമിനെ കുറിച്ച് പറഞ്ഞു. ഇതേ വാഹനം ഓസ്ട്രേലിയയിലേക്ക് വന്ന സമയത്ത് ഹ്യുണ്ടായുമായിട്ടൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത് കാരണം അവിടെയും ക്ലൂഗർ എന്ന് പറയുന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. 2000-ലാണ് ക്ലൂഗർ ആരംഭിക്കുന്നത്, അതായത് ഹൈലാൻഡർ എന്ന് പറയുന്ന മോഡൽ വിൽപ്പന ആരംഭിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആയിരുന്നു ടൊയോട്ട നെറ്റ്സ് വഴി വിറ്റഴിക്കപ്പെട്ടിരുന്നത്. പിന്നീടുള്ള ലേറ്റസ്റ്റ് വേർഷനൊക്കെ അതുവഴി തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ കഥയിൽ അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എനിവേ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2018 മെയ്ഡ് മോഡലാണ്. 2022 രജിസ്ട്രേഡ് വാഹനം കൂടിയാണ്. നമ്മൾ സാധാരണയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാറുള്ള ഫ്ലൈ വീൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇതിപ്പം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബന്ധപ്പെടുക എന്നുള്ളതാണ്. സോ ഇതാണ് ക്ലൂഗർ. ക്ലൂഗർ എന്ന് പറയുന്ന പേര് വന്നതിന്റെ പിന്നിൽ എന്താണ് രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലൂഗർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും സ്മാർട്ട് അല്ലെങ്കിൽ ക്ലെവർ എന്നൊക്കെയുള്ളതാണ്. അതായത് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള വാഹനം അല്ലെങ്കിൽ ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള വാഹനം എന്നൊക്കെയുള്ള ആ ഒരു പേരിൽ നിന്നാണ് ക്ലൂഗർ എന്ന് പറയുന്ന പേര് ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിനെ വിശദമായിട്ട് പരിചയപ്പെടാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര കണക്റ്റഡ് ആയത് ഇന്നോവയുമായിട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്നോവയുടെ ഗ്രില്ല് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ. എന്നാലും ഒരു ലെക്സസ് ടച്ചും എനിക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൊയോട്ടയുടെ ലോഗോ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏഡാം യൂണിറ്റും അതുപോലെ തന്നെ ഗ്രിൽ യൂണിറ്റും ഒക്കെ ഒറ്റ ഒരു എലമെന്റ് പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്, അത് പെട്ടെന്ന് നമ്മൾ കണ്ണിലേക്ക് വരില്ല എന്നുള്ളതാണ്. ഹെഡ്ലാമ്പ് യൂണിറ്റ്, വലിയ ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കാണാം. 2 ചേമ്പറുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്, 2 LED ആയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഹാലജൻ ആയിട്ടാണ് ക്രമീകരിച്ചത്. താഴ്ഭാഗത്തൊരു ഫോഗ് ലാമ്പ് കാണാം. ഈ ഫ്രണ്ട് ഭാഗം ഏറെക്കുറെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നോവയിനിട്ടും ലെക്സസിന് ചില മോഡലിനിട്ടൊക്കെ വേണമെങ്കിൽ പറയാല്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള വാഹനമാണ്, കുറച്ചുകൂടി സ്ട്രോങ് ആണ്, റിജിഡ് ആണ്. ആ ഫ്രണ്ട് ആ ഒരു ക്യാരക്ടർ ലൈനുകളും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ലുക്കും ഒക്കെ ചേരുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പീൽ കിട്ടുന്നുണ്ട്. ക്ലൂഗർ അല്ലെങ്കിൽ ഹൈലാൻഡർ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ക്രോസ് ഓവർ ആയിരുന്നു എന്ന് വിശേഷിപ്പിക്കാം. ഒരു ക്രോസ് ഓവർ ലുക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 ഇഞ്ച് വീലുകളാണ്, മൾട്ടി സ്പോക്കഡ് ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതൊരു ഡ്യുവൽ കളർ പാറ്റേണിലൊക്കെ ഫീൽ ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കളർ, ഇപ്പുറത്തെ വേറെ കളർ, അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ക്യാരക്ടർ ലൈൻസ് ഒക്കെ കുറച്ചുകൂടി ഒരു സ്ട്രോങ് പ്രസൻസ് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ്, സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇതിനകത്ത് വന്നിട്ടില്ല. അതുപോലെ ഇവിടെ ഒരു ക്രോം എലമെന്റ് ഒക്കെ ഈ ഒരു ഗ്ലാസിനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. വലിയ ഡോർ സൈഡ് കാര്യങ്ങളൊക്കെയാണ് തുറക്കുന്ന സമയത്താണ്. എല്ലാത്തിൻ്റെ ഡോറുകൾ കുറച്ച് വലുപ്പത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നീളമുള്ള വാഹനമാണ്. ഹൈലാൻഡർ കണ്ടവർക്കൊക്കെ അറിയാം, അത് കുറച്ചും കൂടി മൾട്ടി പർപ്പസ് എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്നോവ ടച്ച് കം ഫോർച്യൂണർ മിക്സ് എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു ക്യാരക്ടർ ലൈനും അതിന്റെ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ടൈലാമ്പ് യൂണിറ്റ് സ്പ്ലിറ്റ് ആണ്, ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന തരത്തിലുള്ള ടൈലാമ്പ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് LED ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഹാലജനായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്പോയിലർ കാണാം. സ്പോയിലറിനകത്തൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വൈപ്പറിന്റെ ഭാഗത്ത് ഇവിടെ ഒരു സാധനം കണ്ട, ഇതെന്താ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു ബട്ടൺ കണ്ട, ഇത് രണ്ടും കൂടിയാണ് ഇതിന്റെ പർപ്പസ്. ഈ ബട്ടൺ നെക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാത്രം ഇതിനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ കവറുകളൊക്കെ ഇതിനകത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക്
ഈ സാധനം മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ പല വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് വാഹനങ്ങൾ കണ്ട് ശീലിച്ച ഒരു പാറ്റേൺ ആണ്. ആൻഡ് ബൂട്ട് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ്. നൈസ്. ഇതൊരു 7 സീറ്റർ ആണ്, 5 സീറ്റ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഇപ്പം ഇത് 7 സീറ്റ്, അതായത് ബാക്കിലത്തെ സീറ്റിനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന തരത്തിലുള്ള ബൂട്ട് സ്പേസ് ആണ്. ഇത് ഇങ്ങോട്ട് നിർത്താം, അപ്പോൾ നമുക്ക് ബാക്കിലത്തെ സീറ്റ്സ് ആക്റ്റീവായിട്ട് വരും. റിക്ലൈനബിൾ ആണ്, റിക്ലൈനബിൾ. ഇത് ചൈൽഡ് സീറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ അതിനെ കയറി ഇരുന്ന് റിവ്യൂ പറയുന്നില്ല. എനിക്ക് ഇരിക്കുന്ന പൊസിഷൻ കണ്ടാൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇരിക്കാൻ കഴിയില്ല. കുട്ടി സീറ്റ്സ്. അപ്പോൾ ഞാനത് ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ബാക്കി അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കാം. എല്ലാവർക്കും കപ്പ് ഹോൾഡർ എന്നുള്ളതാണ് ഇവരുടെ പോളിസി. അതുകൊണ്ട് ബാക്കിൽ 4 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 ഇവിടെ, 2 അപ്പുറത്തെ സൈഡിലായിട്ട്. ഇനി വേറൊരു കാര്യം കാണിക്കാം. ഇതിനകത്തെ ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു സാധനം കാണിക്കണം. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കുക. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് നോബുണ്ട്. ഈ നോബുണ്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂവൽ ടാങ്ക് ഓപ്പൺ ആയി. ഓക്കെ, എടാ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഇത് ഓപ്പൺ ആവാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ആണല്ലോ, എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാനുവലി ഓപ്പൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ഒരു ചെറിയ ക്ലവർ സാധനം. പക്ഷെ അത് അധികം വണ്ടിയിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ. ഇവിടെ അവിടെ ലാമ്പൊക്കെ കൊടുത്തിട്ടാ, ലാമ്പൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ്. നോക്കൂ. യെസ്. ഇനി അതേപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇവിടെ കിടന്നിങ്ങനെ തട്ടി ഒച്ച ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇനി അല്ല, ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. നൈസ്. ക്ലവർ ക്ലവർ പേരിൽ പറയുന്ന പോലെ തന്നെ വേണ്ടേ. ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യാം. പക്ഷേ ഇതിലൊരു ബട്ടൺ ഈ കാര്യം ശ്രദ്ധിച്ചു. സാധാരണഗതിയിൽ ബൂട്ടിൻ്റെ ബട്ടൺസ് ഇങ്ങനെ ചരിച്ചല്ലേ വെക്കല്, ഇത് വെർട്ടിക്കലാ. ഇതിനകത്തുള്ളത് ഒരു SUV ഒക്കെ തന്നെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആട്ടോ, അതായത് ടെയിൽ ഗേറ്റിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് അകത്താണ് അഡ്ജസ്റ്റ് ചെയ്യണത്, ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ലോക്കും ചെയ്ത് വെക്കാം, ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവാതെ. അതും ഞാൻ അകത്തുനിന്ന് കാണിക്കാം. അകത്തേക്ക് വരാം. ഡോറൊക്കെ ഭയങ്കര സോളിഡ് സെറ്റപ്പാണ്, ലെതർ സീറ്റുകളാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. യെസ്, താഴ്ത്തുകയും ചെയ്യാം. നോക്ക്. അതുപോലെ ലംബർ സപ്പോർട്ടിൻ്റെത്, ലംബർ സപ്പോർട്ടൊക്കെ എക്സ്റ്റെൻഡ് ആയി വരുന്നത് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ താഴത്ത് പോകുമ്പോണ്ട പൊങ്ങി വരുന്നുണ്ട്. ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. നമ്മളെ ക്യാമറ ലെൻസിനേക്കാളും വലിയ ലെൻസ് നമ്മളെ കണ്ടിൻ്റെ ലെൻസ്. ഓക്കെ, ഡോർ സൈഡിലേക്ക് വരാം. പ്ലാസ്റ്റിക് ആണ്, ഇത് ലെതറാണ്, ഇതും ലെതറാണ്. ഈ 2 ഭാഗത്ത് ലെതർ. അതുപോലെ ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഒരു ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കിനകത്ത് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലത്തെ 2ഉം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്, അതുകൊണ്ട് 2-നകത്തും A എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ സിസ്റ്റവും നമുക്കിവിടെ കാണാം. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടി ഭയങ്കര ടഫായിട്ടുള്ളൊരു സീറ്റ് പോലത്തെ ഫീൽ ചെയ്യണം. കംഫർട്ടബിൾ ആണ്, പക്ഷെ ആ ഒരു ഭയങ്കര സോഫ ഫീലൊന്നുമല്ല. ഹെഡ്ലാമ്പിൻ്റെ ബട്ടൺ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പാർക്ക് ബ്രേക്ക്, ഇനാബിൾ ഡിസേബിളിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. താഴ്ഭാഗത്താണ് ഫ്യൂവലിൻ്റെയും അതുപോലെ തന്നെ ഇതൊക്കെ. ഫ്യൂവലിൻ്റെ ജസ്റ്റ് ഒരു ബട്ടൺ ആണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ ഓപ്പറേറ്റ് ആവും. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ, ഹാൻഡ് ബ്രേക്ക് അല്ല, ലെഗ് ബ്രേക്കാണ്. കാലിനകത്താണ് കൊടുത്തത്. ഇവിടെ ഉണ്ട് പുഷ്, അപ്പോൾ അത് ആക്റ്റീവ് ആവും. ഒഴിവാക്കി കഴിഞ്ഞാൽ ഡീആക്റ്റീവ് ആവും. നൈസ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്, ലെതർ റാപ്പിഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാണാം. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിസ്റ്റൻസ്, അതായത് വെഹിക്കിളിനായിട്ടുള്ള ഡിസ്റ്റൻസ് കാര്യങ്ങൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട് കേട്ടോ. 2018 മോഡലാണ്, 2022 രജിസ്റ്റേർഡ് ആണ്. അപ്പം വലിയ അത്ഭുതമൊന്നുമല്ല, ബട്ട് ടെക്കിയാണ് എന്നുള്ളൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരാം. കുറച്ചുകൂടി സ്പോർട്ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്, അനലോഗ് ആണ്. സെൻട്രൽ MMID ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. RPM 6900-ലാണ് റെഡ് ലൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നൈസ്. ഇവിടെ നമുക്ക് കാണാം ബ്ലൂവും റെഡും മാറി കൊടുത്തേക്കണേ. നല്ല റീഡബിൾ ആയിട്ടുള്ള ഗേജാണ്, നല്ല രസമുണ്ട്. അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു ക്രിസ്റ്റൽ എലമെൻ്റ് ഒക്കെ കൊടുത്ത് അതിലൂടെ ലൈറ്റ് വരുന്നതും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഡാഷ്ബോർഡ് ലെതറാണ്, ഇതൊക്കെ ലെതർ റാപ്പിഡാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്കൊരു ക്ലോക്കും കാണാം. നോക്കൂ, നൈസ്. 3:14 സമയം.
ഇനി നമ്മളെ ഡാഷ്ബോർഡിനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗം അല്ലാത്തതൊക്കെ ഒരു ലെതർ റാപ്പിഡ് ആയിട്ട് ക്രമീകരിച്ചു. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നിൽക്കുന്നതൊക്കെ ഭയങ്കര ഒരു പ്രൊമിനന്റ് ഏരിയയിലായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. താഴേക്ക് വന്നു ക്ലൈമറ്റ് കൺട്രോൾസിനെ കാണാം. ആ വിശാലമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നോക്കിയാ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ, ചെറിയ സ്പേസ് ഒന്നുമല്ല. നൈസ്. ഇതിലെ ആപ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റപ്പില് താഴേക്ക് വരാം. വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ വെഹിക്കിൾ കസ്റ്റമൈസേഷൻ, അതെടുത്തു കഴിഞ്ഞാൽ അതർ വെഹിക്കിൾ സെറ്റിംഗ്സ്, ഇതിനകത്ത് ഡോർ ലോക്ക് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. പവർ ബാക്ക് ഡോർ ഓപ്പണിംഗ് അഡ്ജസ്റ്റ്മെന്റ്. 5 ലെവലിൽ നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. 1, 2, 3, 4. 1 എന്ന് പറഞ്ഞാൽ കുറച്ച് തുറക്കുന്നത്, അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. 2 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തുറക്കുന്നത്, അതും യൂസ്ഫുൾ അല്ല. 3, 4, 5 യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ ഹൈറ്റും അവിടെ തന്നെ അത് കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു ഹൈലൻഡർ വണ്ടി തന്നെയാണ്, അതായത് കൂഗർ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഇതിനകത്തുണ്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത്. ഇനി റിയർ ക്യാമറ ഉണ്ട്. ഇതാണ് വിസിബിലിറ്റി. ആ കാലഘട്ടങ്ങളിൽ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സിങ്ക്രണൈസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് കീ വരുന്നത് കേട്ടോ. ഡോർ ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ടൊയോട്ടയുടെ ലോഗോ ഇത് ഇവിടെ സാധനം. ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാനുവൽ കീ ആക്ടിവേറ്റ് ചെയ്ത് വരും. നൈസ്. ഇനി വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് സീക്രട്ട് ഉണ്ട്. അതിന് മുന്നേ വലിയ കപ്പ് ഹോൾഡർ കാണാം. 1 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയൊക്കെ വെക്കാം. ട്രാൻസ്മിഷൻ, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, സ്നോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവിൻ്റെ ഭാഗമാണ്. അതുപോലെ സീറ്റ് വെന്റിലേഷൻ. വാവ്, സീറ്റ് വെന്റിലേഷൻ ഉണ്ട് കേട്ടോ. 2 ആളുടെ സീറ്റും വെന്റിലേറ്റഡ് ആണ്. അതുപോലെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് കാണാം. വലിയ ആംബ്രസ്റ്റ് ആണല്ലേ, മാസീവ് ആണ്. അതുപോലെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതും കൂടി താത്തിയാൽ ഉണ്ടാവുക, വലിയ സ്റ്റോറേജ് സ്പേസ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അതിനകത്തൊരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റും കാണാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. നൈസ്, എനിക്കിഷ്ടമായി. ഇനി ഹെഡ് റൂം ഒരു 6 പേരിൽ ഗ്യാപ്പിന്റെ ഹെഡ് റൂം ഉണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ കമാൻഡിങ് പൊസിഷനാണ്. നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇതാണ് ഗ്ലോ ബോക്സ് ഇട്ടാ. ഗ്ലോ ബോക്സ് സാധാരണ ഗ്ലോ ബോക്സ് ആണ്. പക്ഷെ ഇതിനകത്തൊരു ഹൈലൈറ്റ്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് എനിക്ക് പെട്ടെന്ന് നോക്കി അവിടെ നിന്ന് കാണൂല. ഈ ബട്ടണ് പ്രസ് ചെയ്തിട്ട് ഇനാബിൾ ചെയ്യും, പ്രസ് ചെയ്തിട്ട് ഇനാബിൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ലോക്കായി നിൽക്കും. അതൊന്നുകൂടി പ്രസ് ചെയ്ത് പുറത്തേക്ക് തള്ളി വരും. അങ്ങനത്തെ ഒരു ബട്ടണാണ്. ആ ബട്ടൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ അത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ബൂട്ട് നമുക്ക് ലോക്ക്, ഇപ്പം നമ്മൾ വാലിയിലൊക്കെ വണ്ടി കൊടുക്കുമല്ലോ, വാലറ്റ് കീ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ മാനുവൽ കീ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് മാത്രം അവരെടുത്ത് കൊടുക്കും. അപ്പോൾ ബൂട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ട് ഇവർ എടുത്ത് കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്ന് വിചാരിക്കുക. പർപ്പസ് ഒന്നുമില്ല, വാലയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സേഫാണ്. പക്ഷെ ഒരു പർപ്പസ്, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത് മാത്രം എന്നിട്ട് അവരെടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ലോക്ക് ആക്കിയിട്ട് ഗ്ലോ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് ഈ ഗ്ലോ ബോക്സ് ഇത് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാം. ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബട്ടൺ ഡിസെൻഗേജ് ചെയ്തിട്ട് ബൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇത് ഉപയോഗിച്ചിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവില്ല. അവിടെ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവില്ല. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ബൂട്ട് ഓപ്പൺ ആവില്ല. അങ്ങനെ ലോക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. ഇത് ഞാൻ കുറേ ആലോചിച്ച് ഇതിൻ്റെ പർപ്പസ് എന്തായിരിക്കും എന്നുള്ളത്. സോ നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തിനായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് കമൻറ്റ് നോക്കാം. രസകരമായിട്ടുള്ള എന്തൊക്കെ ഉത്തരങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാമല്ലോ. രസമായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ എന്തൊക്കെ പർപ്പസ് അല്ലെങ്കിൽ എന്ത് സാധനം വെച്ച് ഞാൻ ബൂട്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. സെക്കൻഡ് റോയിലേക്ക് വരാം. ധാരാളം ലെഗ് റൂമുള്ള, കാലൊക്കെ ഇതിനകത്തേക്ക് ഒരുപാട് സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റും. എൻ്റെ ഇത്രയും ഭാഗം അതിനകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെക്കൻഡ് റോ ആണ്. തൈ സപ്പോർട്ട് ഓക്കെ ആണ്. തൈര് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ റിക്ലൈനബിൾ സീറ്റാണ്. അത്യാവശ്യം കുറേയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു സെക്കൻഡ് റോ സീറ്റ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. AC വെൻ്റ് ഇതാ റൂഫിൽ തല ഭാഗത്താണ് കൊടുത്തേക്കണേ. അത് ബാക്കിലത്തെ പാസഞ്ചേഴ്സിനും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പവർ കൂടുതൽ കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലോ. ഇവിടെ ഒരു വലിയ ആ ഒരു സെൻട്രൽ ടണലിൻ്റെ തിക്നെസ് ശരിക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. താഴ്ഭാഗത്ത് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കാണാം. ശരിക്കും നല്ല സ്ഥലമുണ്ട് അല്ലേ? നോക്ക്, 10 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട് എനിക്ക് ഹെഡ് റൂം. 10 അല്ല, അതിൽ കൂടുതലുണ്ട്.
സൺറൂഫോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് കൊടുത്തിട്ടില്ല. സോ ഏറ്റവും വിശാലമായിട്ടുള്ള സെക്കൻഡ് റോകളിലൊന്ന് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം, മോസ്റ്റ് വിശാലതയുള്ള സെക്കൻഡ് റോ സീറ്റ്. തേർഡ് റോയിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ സീറ്റ് ബെൽറ്റുകൾ ക്രമീകരിച്ചുള്ള തേർഡിൻ്റെത് ഇവിടെ സീറ്റുമ്പോൾ തന്നെയാണ്. ഇത് തേർഡ് റോ പാസഞ്ചറിനാണ്. ഇവിടെ പില്ലറിനകത്ത് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് റോ. യെസ്, കൊള്ളാല്ലേ, നൈസ്, എനിക്കിഷ്ടമായിട്ടോ വണ്ടി. ഇനി എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഒരു V6 എഞ്ചിനാണ് എന്നുള്ളതൊരു വലിയ ഹൈലൈറ്റാണ് അതിൻ്റെ. യെസ്, നോക്കൂ, D4S V6 എന്നുള്ളൊരു ബാഡ്ജിങ് അതിൽ കൊടുത്തിട്ടുണ്ട്. ടയോട്ടൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. ഇതിനേക്കാളും വലിയൊരു എഞ്ചിൻ ഇതിൽ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും എഞ്ചിൻ ബേ കാണുന്ന സമയത്ത്. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 3.4 ലിറ്റർ V6 എഞ്ചിനാണ്. 292 ഹോഴ്സ് പവറും 350 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി എത്രയായിരിക്കും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. 9. അത്ര കിട്ടും. അത് അടിപൊളി മൈലേജ് അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് കൂഗർ എന്ന് പറയുന്ന മോഡൽ, അല്ലെങ്കിൽ ഹൈലാൻഡർ എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ 2018 മോഡൽ വാഹനം, 2022 രജിസ്റ്റേർഡ് ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങണം, അല്ലെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് നോക്കണം, അല്ലെങ്കിൽ ഈ വണ്ടിനെ കാണണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റയർ മോഡൽ, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫ്ലൈ വീൽസിനെ ബന്ധപ്പെടാം. അവർ ഇൻസ്റ്റാഗ്രാമും ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു ടെയിൽ ഗേറ്റ് ലോക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിച്ചു, ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിച്ചു, ഓസ്ട്രേലിയയിൽ ഹ്യുണ്ടായിയുമായിട്ടുള്ള ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ അതിനെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഡ്രൈവ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോഴേ നമ്മളെ ക്ലൂഗറിനെ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ക്ലൂഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഹൈലാൻഡർ. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള പല മോഡലുകളെയും ഇവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തതെന്നുള്ളത്. ഈ ഹൈലാൻഡറിന്റെ കേസ് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിക്ക് എതിരെയുണ്ട്. അത് RAV4 വന്നതിന് ശേഷം ആക്ച്വലി ആ ഒരു പേര് മാറിയിട്ടുണ്ട്. RAV4 ആ ഒരു സ്ഥാനം തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിക്കുന്നത് RAV4 എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ഒരുപാട് വിറ്റഴിക്കപ്പെട്ട നല്ല പേരുള്ള ഒരു മോഡലാണത് ആക്ച്വലി. എന്തായാലും അങ്ങനെ കുറച്ച് പ്രത്യേകത ടൊയോട്ടയ്ക്ക് ഉണ്ട്. അതായത് ഇന്റർനാഷണലി ഒരുപാട് നല്ല മോഡലുകൾ ഭയങ്കര സക്സസ് ആയിട്ട് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാതെ ഇവിടെ ഇങ്ങനെ റീബാഡ്ജിങ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കണം എന്തായാലും. ഓക്കെ, ഇനി നമുക്ക് കൂഗറിലേക്ക് വരാം. ഈ വണ്ടി നമ്മൾ കുറച്ചു നേരം മുമ്പ് ഓടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഷൂട്ടിന് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു റോട്ടിൽ നിന്ന് നമ്മളൊരു കട്ടുള്ള ഒരു ഭാഗത്തേക്ക് കയറിയ സമയത്ത് നമ്മൾ ഫീൽ ചെയ്തൊരു കാര്യം, ഇതിന്റെ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ്. അതായത് റോട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ നേരെ മുമ്പിൽ നമുക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്, ഒരു ചെറിയ കയറ്റം. ഞാനതിനെ കയറ്റാൻ പോകണം എടാ, ഒരു കുഴപ്പമില്ല. ആ ഒരു കയറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷൻ എന്നല്ലാതെ അതും ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര പതിഞ്ഞ് കിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതായത് വെൽ ബാലൻസ്ഡ് ആണ് വണ്ടി എന്നുള്ളതാണ്. അതായത് ഏതൊരു സിറ്റുവേഷനിലേക്ക് കയറുമ്പോഴും ഇതൊരു ഓഫ് റോഡർ ഒന്നല്ല, ഇതിന് 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. ഇത് 4 വീൽ അല്ല. ഏതൊരു മോശം റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇറക്കാനും അതുപോലെ തന്നെ ആ ഒരു ഫ്ലോ കീപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു സസ്പെൻഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, ഇതിന്റെ കമാൻഡിങ് പൊസിഷനാണ്. ഒരു രക്ഷയില്ല. ശരിക്കും ഒരു ഫോർച്യൂണറിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ എലമെന്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റഗഡ് ആൻഡ് പവർഫുൾ എലമെന്റുകളാണ്. ഈച്ച് എവറി ബട്ടൺസ് ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ ഇതൊരു സ്ട്രോങ് ആണെന്നുള്ള ഫീല് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഡ്രൈവ് ഫീൽഡ് ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തിനും പറ്റുന്ന ഒരു വാഹനം ഓടിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ജനറേറ്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. സംസാരിക്കാനുള്ളത് ഇതിന്റെ എഞ്ചിനെ കുറിച്ചാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ നല്ലൊരു ഹൈവേയിൽ എത്തിയിരിക്കുന്നത്. ഞാനൊരു 80 km/h വേഗതയിലാണ് ഇപ്പം ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് അണ്ടറിലേക്ക് എത്തും, കാരണം നമ്മളുടെ പുതിയ ഹൈവേ ആണ്. സോ ഇതിന്റെ എഞ്ചിൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഒരു V6 എഞ്ചിൻ, 289 ഹോഴ്സ് പവറും 350 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു 3.4 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ അങ്ങനെ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിന്റെ യാതൊരു അസ്വാഭാവികതയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര സൈലന്റ് ആണ്. നോക്കൂ, ഇപ്പൊ ശരിക്കും വിന്നോയ്സ് ആണ് കാര്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തൊക്കെ ഹാർഡ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നോയ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും. അടിപൊളി, എന്താ സുഖം എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യാൻ.
സസ്പെൻഷൻ ശരിക്കും നല്ലൊരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് തരുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ അത്യാവശ്യം നല്ല സോളിഡാണ്. അതുപോലെ വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കർവൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു വെയിറ്റ് ശരിക്കും നമുക്ക് ഡ്രൈവിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. യാസ്, അടിപൊളി. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. അഡാസിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ശരിക്കും അത്യാവശ്യം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള നിലക്ക് നമുക്ക് ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതും ഈ ഒരു ക്യാരക്ടർ കൊണ്ടൊക്കെ തന്നെയാണ്. അതായത് അത്യാവശ്യം പവർഫുൾ ആണ്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സസ്പെൻഷൻ ആണ്, ഡ്രൈവ് ചെയ്യാൻ നല്ല ഫണ്ണാണ്. അടിപൊളി. ആ എലമെന്റുകളൊക്കെ ചേർത്ത് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അല്ലേ, അതായത് ഇന്നോവന്റെ മുകളിൽ വരും, ഫോർച്യൂണറിന്റെ കസിൻ ആയിട്ട് വരും. ആ നിലക്കാണ് ഇതിന്റെ ഒരു പ്ലേസ്. അടിപൊളി. അപ്പൊ ഇതാണ് ക്ലൂഗർ എന്ന് പറയുന്ന മോഡൽ. അത് വന്ന കഥയും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഹൈ സ്പീഡിൽ ക്രൂസ് ചെയ്തു, സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കി. ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. അതായത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വലിയ വാഹനമാണെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോഴും ഹാൻഡ്ലിങ്ങും ഒക്കെ ഭയങ്കര ഈസിയാണ്. സോ നിങ്ങൾക്കും ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. ഈ വണ്ടി ശരിക്കും ഫ്ലൈവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് മലപ്പുറം ജില്ല ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രീമിയം ലക്ഷറി കാറുകൾ സെല് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ്. നമ്മൾ പലപ്പോഴായിട്ട് ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അതൊരു വണ്ടികൾ ഒരുപാട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇതും. ഇവർ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിക്കാം, ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവരുടെ അടുത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രീമിയം ആയിട്ടുള്ള, അതും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ അതിനൊക്കെ അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.